ഗോകർണയിലെത്തി ഞങ്ങൾ. ഗോകർണ മെയിൻ ബീച്ചാണ്. അങ്ങനെ ഞങ്ങൾ മൂകാംബിക അമ്പലത്തിൽ നിന്ന് വണ്ടി തിരിച്ച് മുരുടേശ്വറിലേക്ക് വന്നു. മുരുടേശ്വറിൽ നിന്ന് ഞങ്ങൾ നേരെ അവിടെ തൊഴുത് നേരെ ഗോകർണത്തിലെത്തി. ഗോകർണ ശിവ ടെമ്പിളിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളിവിടെ നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ എത്താൻ സാധിച്ചു. ഗോകർണ മെയിൻ ബീച്ചാണ്. ഹെവി റഷാണ്. പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഹെവി റഷ്. ഗോകർണ ശങ്കരാചാര്യൻ്റെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ആണത്. ഗോകർണ ബീച്ചിലേക്ക് നോക്കിയാണ് ശങ്കരാചാര്യ ഇരിക്കുന്നത്. ഈ വഴിയാണ് ശരിക്കും വണ്ടി അവിടെ നിന്ന് വരുന്നത്. ഈ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ബീച്ചിലേക്ക് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യണം. നേരെ അമ്പലത്തിലേക്കാണ് ഈ വഴി പോകുന്നത്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വൈഫിനും കൊച്ചിനും ആദ്യക്കൂട്ടനുണ്ട് കൂടെ. ആദ്യക്കൂട്ടനെ അവിടെ ഇറക്കി. വൈഫിനെ അളിയനും വൈഫിൻ്റെ അമ്മയൊക്കെ ഉണ്ട്. അവരവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വൈബാണ് സത്യം പറഞ്ഞാൽ. നമ്മളെ കൊച്ചിക്കാരനായതുകൊണ്ട് തന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ ഫീൽ ചെയ്യുള്ളൂ. നമ്മുടെ സ്പൈസസ് ഷോപ്പാണ്. നല്ല ചെറിയ തുണിക്കടകളുണ്ട്. നല്ല നല്ല തുണിക്കടകളുണ്ട്. ഒക്കെ ഫോർട്ട് കൊച്ചി വൈബാണ്. ബീച്ചിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുളിച്ച് വരുന്ന ആളുകളുണ്ട്. നല്ല അടിപൊളി സ്പൈസസ് ഷോപ്പൊക്കെ ഉണ്ട്. നല്ല സ്മെല്ലുണ്ട്. നല്ല ഒറിജിനൽ സ്പൈസസാണ് എല്ലാം ഇരിക്കുന്നത്. ഒരു രക്ഷയില്ല. നല്ല സ്മെല്ലാണ്. നല്ല അടിപൊളി സ്പൈസസ് ഷോപ്പുണ്ട്. നിറച്ച് സ്പൈസസ് മേടിച്ചിട്ട് പോകാം. കുരുമുളകും കറിയാമ്പ് ഏലം എല്ലാം ഇരിപ്പുണ്ട്. നല്ല അമ്പലത്തിലേക്കുള്ള കവാടമാണ്. നേരെ ചെല്ലണം അമ്പലത്തിലേക്കാണ്. അതായത് അമ്പലത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ രാവണൻ ശിവനെ തപസ്സനുഷ്ഠിച്ചപ്പോൾ രാവണൻ ചോദിച്ചത് ഉമാദേവിനെ സുന്ദരിയായ സ്ത്രീയെയും പിന്നെ ശിവൻ്റെ ആത്മലിംഗമാണ് ചോദിച്ചത്. അങ്ങനെ ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ രാവണൻ്റെ ആവശ്യപ്രകാരം ആത്മലിംഗവും ഉമാദേവിനെ രാവണന് നൽകി. അങ്ങനെ രാവണനത് അതുമായി ശ്രീലങ്കയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആദ്യക്കൂട്ടം വരുന്നുണ്ടായിരുന്നു. ശ്രീലങ്കയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ദേവന്മാർക്കത് ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലും. അങ്ങനെ ദേവന്മാർക്കത് ഇഷ്ടപ്പെട്ടില്ല. ദേവന്മാർ ചർച്ച കൂടി മഹാവിഷ്ണുവിനെ കാണുകയുണ്ടായി. മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, ദേവന്മാർ പറഞ്ഞു, രാവണൻ ഇത് ശ്രീലങ്കയ്ക്ക് കടത്തിയാൽ നമുക്കിവിടെ നാശനഷ്ടങ്ങളുണ്ടാകും. ലോകം മുഴുവൻ നാശനഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് കൊണ്ടുപോകാൻ സമ്മതിക്കരുത് എന്ന് മഹാവിഷ്ണുവോട് ചർച്ച ചെയ്തു. മഹാവിഷ്ണു ഒരു ബുദ്ധി കണ്ടുപിടിച്ചതാണ്. ഗണപതിയിനകത്ത് മഹാവിഷ്ണു ഇതിനെക്കുറിച്ച് ആലോചിച്ച് സംസാരിച്ച് അങ്ങനെ ഗണപതിനെ ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഗണപതിനെ വിടണം. ഒരു ബ്രാഹ്മണ ബാലൻ്റെ വേഷത്തിൽ ഗണപതിനെ മഹാവിഷ്ണു അയക്കാനാണ്. കുറച്ച് പശുക്കളൊക്കെ ഉണ്ട്, ഗോക്കളൊക്കെ ഉണ്ട്. ഗോക്കളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രാഹ്മണ ബാലനെ വഴിയിൽ വെച്ച് രാവണൻ കാണുകയുണ്ടായി. അങ്ങനെ ആ ബാലനുമായി സംസാരിക്കുന്ന വേളയിൽ പെട്ടെന്ന് എന്താ പറയുക, സന്ധ്യയിൽ നിന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ആ സമയത്ത് സന്ധ്യ ആക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് മഹാവിഷ്ണു സുദർശന ചക്രം വെച്ച് സൂര്യനെ മറച്ചെന്നാണ് പറയുന്നത്. മഹാവിഷ്ണു സുദർശന ചക്രം വെച്ച് സൂര്യനെ മറച്ചു. അങ്ങനെ സൂര്യനെ മറച്ചപ്പോൾ സന്ധ്യയായി. അദ്ദേഹം ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജ ചെയ്യുന്ന വ്യക്തിയാണ് രാവണൻ. രാവണന് പൂജ ചെയ്യാൻ സമയമായെന്നും മനസ്സിലായി. ഈ ശിവലിംഗം നേരെ ഗണപതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബാല ഇത് കയ്യിൽ വെക്കണം. ഇതൊരു കാരണവശാലും നിലത്ത് വെക്കാൻ പാടില്ല. നിലത്ത് വെച്ചാൽ അവിടെ ഉറച്ചു പോകും. അതാണ് ശിവൻ കൊടുത്ത ഒരു പവർ ശിവൻ കൊടുത്തിട്ടുണ്ടായി. അതായത് ഒരു കാരണവശാലും ഈ ശിവലിംഗം നിലത്ത് താഴെ വെക്കാൻ പാടില്ല. താഴെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ എവിടെയാണോ വെക്കുന്നത് അവിടെ ഉറച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഗണപതിയോട് ഒരു കാരണവശാലും താഴെ വെക്കരുത്, ഇത്
കയ്യിൽ പിടിച്ചോളണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ പൂജ കഴിഞ്ഞിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് രാവണൻ പൂജാതി കർമ്മങ്ങളിലേക്ക് മാറി. ആ സമയം ഗണപതി എന്തായാലും ഗണപതിനെ അയച്ചേക്കണത് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവനെ ഇത് കൊണ്ടുപോകരുതല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഗണപതി 3 പ്രാവശ്യം ഗണപതിന് ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു രാവണൻ. ഞാൻ കൈ കഴുകുമ്പോൾ 3 പ്രാവശ്യം രാവണ എന്ന് വിളിക്കും, അപ്പോൾ താങ്കൾ ഇവിടെ ഓടിയെത്തണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗണപതി 3 പ്രാവശ്യം രാവണ എന്ന് വിളിക്കുകയും ഗണപതി അവിടെ താഴെ വെക്കുകയാണ് ഉണ്ടായത്. ഈ വിളി കേട്ട് ഓടി വന്നപ്പോൾ ഗോക്കളെ മേയിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ആൾ പെട്ടെന്ന് മറിഞ്ഞുപോയി. ഗോക്കൾ ലാസ്റ്റ് പോയ ഒരു പശുവിൻ്റെ ചെവിയിൽ കയറി പിടിച്ച് രാവണൻ. അങ്ങനെയാണ് ആ ചെവി അടന്ന് കയ്യിലേക്ക് പോകുന്നത്. അങ്ങനെ ആ സ്ഥലത്തിന് ഗോകർണം, ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഗോകർണം എന്ന് വിളിപ്പേര് വന്നതെന്നാണ് പറയണത്. അങ്ങനെ രാവണൻ ആ ശിവലിംഗം എടുക്കണമല്ലോ, നിലത്ത് ഉറച്ചിരിക്കണമല്ലേ, മാക്സിമം പിടിച്ച് തിരിച്ചു നോക്കി. അങ്ങനെ ശരിക്കും ആ ശിവലിംഗം തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ശിവലിംഗം ഇരിക്കണത്. ആ ഒരു ഷേപ്പാണ്, ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് ഷേപ്പാണ്, പിരിഞ്ഞു പോയി ശരിക്കും പറഞ്ഞു. അതിൽ നിന്നൊരു 4 കഷ്ണം അടന്ന് പല പല സ്ഥലങ്ങളിലേക്ക് പോയി. അത് ഓരോ സ്ഥലങ്ങളായിട്ട് നല്ല അതെല്ലാം മഹാശിവക്ഷേത്രങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അതിലൊന്നാണ് മുരുടേശ്വരം ഞങ്ങൾ തൊഴുതായിരുന്നു. ചേതേശ്വര, അങ്ങനെ സജ്ജേശ്വര, അങ്ങനെ 3-4 ക്ഷേത്രങ്ങളുണ്ട് ശിവക്ഷേത്രങ്ങളായി മാറിയവരാണ്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, കടാക്ഷം കൊണ്ട് എന്തായാലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെ വളരെ അനുഗ്രഹം, വളരെ നന്ദിയുണ്ട് ഭഗവാനെ ഞങ്ങളിവിടെ എത്തിച്ചതിൽ. ഓക്കെ, അപ്പോൾ ഇനിയും 1-2 വീഡിയോസൊക്കെ ഞാൻ എടുത്തിടാം. ഓക്കെ, അതാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞ കാഴ്ചകൾ. ഞാൻ അമ്പലത്തിൽ കയറിയിട്ടില്ല, ഞാൻ അമ്പലത്തിൽ തൊഴാൻ കയറാൻ പോകുന്നുള്ളൂ ശരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്.